ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ മുറ്റത്തിട്ടിരിക്കുന്ന ടൈലിൻ്റെ കട്ടകൾ ഈ ഒരു മഴക്കാലമാകുമ്പോൾ പായലും പൂപ്പലും ഒക്കെ വന്നിട്ട് വൃത്തികേടാകാറുണ്ടല്ലേ. സാധാരണ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വാട്ടർ പമ്പ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൈൽ ക്ലീനിങ് പ്രോഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഈ കട്ടകൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നിറമൊക്കെ മങ്ങിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് പക്ഷേ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാണ്ട് നമ്മുടെ വീട്ടിൽ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല പുതുമയോടുകൂടി തന്നെ നമ്മുടെ മുറ്റത്തിട്ടിരിക്കുന്ന ടൈല് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സോപ്പ് പൊടിയാണ്. ഏത് ഡിറ്റർജൻറ്റ് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ രണ്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത്രയും അഴുക്ക് പിടിച്ചിട്ടുള്ള ഈ ടൈലിൻ്റെ കട്ടകൾ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ടൈലിൻ്റെ കട്ടകളെല്ലാം നല്ലതുപോലെ ഓസ് ഉപയോഗിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുവരെയും നിങ്ങൾ ടൈൽ ക്ലീനിങ് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് മുറ്റത്തെ കട്ടകൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഞാൻ ഇതുപോലെ വെള്ളമൊഴിച്ച് നമ്മുടെ കട്ടകളൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് സോപ്പ് പൊടി ഈ ഒരു രീതിയിൽ വിതറി കൊടുക്കണം. എല്ലാ കട്ടകളും ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഷോൾഡർ പെയിൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. 2-3 ദിവസം എടുത്ത് നമുക്ക് മുഴുവൻ കട്ടകളും ക്ലീൻ ചെയ്തെടുത്താൽ മതി. നമ്മൾ സോപ്പ് പൊടി വിതറി കൊടുത്തതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കൂടി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബ്ലീച്ചിങ് പൗഡറും സോപ്പ് പൊടിയും എല്ലാ കട്ടകളിലും നല്ലതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ തേച്ച് പിടിപ്പിച്ചത് 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചതിന് ശേഷമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ 2 പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എത്ര അഴുക്ക് പിടിച്ചതും പൂപ്പല് പിടിച്ചതുമായിട്ടുള്ള ടൈലാണെങ്കിലും വളരെ ഈസി ആയിട്ട് പുതിയതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ബ്ലീച്ചിങ് പൗഡറും സോപ്പ് പൊടിയും കൂടെ നല്ലതുപോലെ കട്ടയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ ഈസി ആയിട്ട് കട്ടകളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു പൂപ്പലും അഴുക്കുമൊക്കെ ഇളകി വരുന്നത് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ മുറ്റത്തിട്ടിരിക്കുന്ന കട്ടകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ഇതുപോലെ പൂപ്പലും പായലും ഒക്കെ കട്ടകളിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുതിർന്നവരുമൊക്കെ തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് കട്ടകൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇപ്പം നമ്മൾ കട്ടകളൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് എത്രത്തോളം ഇതിൽ നിന്ന് പൂപ്പലും പായലും ഒക്കെ പോയിട്ടുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലീനിങ് വീഡിയോസോ അതല്ലാന്നുണ്ടെങ്കിൽ ടിപ്സോ ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റും. നമ്മുടെ ടൈൽസൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ കളർ പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അഴുക്കും ചെളിയും പൂപ്പലും ഒക്കെ പിടിച്ചിരുന്നതാണ്. ഇപ്പം ഇതേ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസുകൾ ചേർന്നിട്ടുള്ള ടൈൽ ക്ലീനിങ് പ്രോഡക്റ്റുകൾ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ കട്ടകളിലുള്ള ആ റെഡ് ഓക്സൈഡൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ആ ഒരു കളറ് നിലനിർത്താനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. ഒപ്പം തന്നെ കട്ടകളും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കിപ്പം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത കട്ടകളും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാത്ത അതിന് ചുറ്റുമുള്ള കട്ടകളും തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ഒരു ഡിഫറൻസ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുറ്റത്തെ ടൈല് ക്ലീൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. കൂടെ തന്നെ ഞാനിടുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ വഴി കാണാനും മറക്കരുത്. അപ്പം നമുക്ക് ഇനിയും നല്ല നല്ല ക്ലീനിങ് വീഡിയോസുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.